ഹലോ ഗൈസ്, ഞാൻ ഹോസ്റ്റലിൽ നിന്നൊക്കെ തിരിച്ചു വന്നു. പിന്നെ ഞങ്ങളിപ്പോൾ പെരിന്തൽമണ്ണയ്ക്ക് പോവുകയാണ്. പെരിന്തൽമണ്ണയ്ക്ക് എന്തിനാണ് പോകുന്നത് വെച്ചാൽ നീയനെ ഒന്ന് ഡോക്ടറെ കാണിക്കണം. അതിനെന്തിനാണ് നിങ്ങൾ ഇത്ര മേക്കപ്പ് ചെയ്ത് പോകണേന്നല്ല, ഞങ്ങൾക്ക് വേറൊരു പരിപാടിയും കൂടി ഉണ്ട് ഗൈസ്. അപ്പോൾ അതിനാണ് പോണത്. ഫസ്റ്റ് ഞങ്ങൾ നീയനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോകും. നീയെ തള്ളായം കൊണ്ട് അവൾക്ക് ഭയങ്കര മുതുവേദനയൊക്കെയാണ്. നമ്മളിപ്പോൾ നെക്സ്റ്റോയിൽ എത്തിക്കുന്നു ഗൈസ്. ഇവിടെ നീയൊക്കെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നിട്ടാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളെ ഫസ്റ്റത്തെ പ്ലാന് നീയൻ്റെ ഡോക്ടറായിരുന്നു. പക്ഷെ അത് അപ്പം ഇല്ല, ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് അറിയാലോ, പിന്നെ എന്തൊക്കെയാ വാങ്ങണ്ടേ എവിടേക്കാണ് പോകേണ്ടതെന്നൊന്നും അറിയില്ല. നീയെ ആദ്യം പറഞ്ഞു ടോപ്പ് നോക്കാന്ന്, പിന്നെ പറഞ്ഞു വാണ്ടാന്ന്, പിന്നെ ഓൾക്ക് തന്നെ ആകെ കൺഫ്യൂഷൻ. ഞങ്ങൾ കുറച്ച് നേരം ആദ്യമൊക്കെ നടന്ന് വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഡോക്ടർ 3 മണിക്ക് ശേഷമേ വരുള്ളൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഡ്രസ്സൊന്നും പറ്റാണ്ട് ഞങ്ങൾ നേരെ അടിക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഒരു പുതപ്പ് മാത്രം കിട്ടി, വേറെ ഒന്നും കിട്ടിയില്ല. അങ്ങനെ നടക്കുമ്പോൾ എൻ്റെ മമ്മാജി വെറൈറ്റി ആയിട്ട് അവിടെ മാളിൽ പോയിട്ടും എടുത്തിരുന്നത് ഈ സന്തൂറിൻ്റെ ഹാൻഡ് വാഷ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നീ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് കണ്ട ഈ ഒരു ഫൈറ്ററിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓൾക്ക് അത് വാങ്ങിയൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മാനെ കാണാനുള്ള ടോപ്പിനെ തപ്പി ഒരു സൈഡിൽ നിന്ന് കണ്ടുപിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പത്തിന് എന്തൊക്കെയോ കയ്യിലൊക്കെ പിടിച്ച് അങ്ങനെ വരുന്നൊക്കെ ഒക്കെ പാടെ കണ്ടിട്ട് ഇതിൽ ഏത് പെടുക്കും എന്നുള്ള കൺഫ്യൂഷൻ ആയിട്ട് ലാസ്റ്റ് ഒന്നും എടുക്കാതെ തന്നെ അവിടേക്ക് ഇങ്ങനെ ഇരിക്കണത് കാണാൻ രസമുണ്ട്. പക്ഷെ ആരും ഇതൊന്നും അധികം വാങ്ങണമെന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാനും എന്തായാലും ഉച്ചയ്ക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കണമല്ലോ. അപ്പം നെക്സ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഷവായിൻ്റെ ആ ഒരു സെക്ഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കി വന്നപ്പോൾ പിന്നെ ഷവായ കണ്ടു. അതാണെങ്കിൽ കാണാനും നല്ല ഭംഗിയുണ്ട്, ഓഫറും ഉണ്ടായിരുന്നു, പിന്നെ എല്ലാവരും വാങ്ങണുണ്ട്. അപ്പം അതന്നെ എന്തായാലും അത് വാണ്ടിയിരുന്നില്ല, അത് തെറ്റായൊരു തീരുമാനമാണ്. പിന്നെ അത് കഴിക്കൽ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അതെന്താന്ന് ഞാൻ പിന്നെ ഉച്ച ആയതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കണം അവിടെ ആയിരുന്നു കേട്ടോ ഏറ്റവും തിരക്കുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും പിന്നെ ബില്ലാക്കണ തിരക്കൊക്കെ ആയിട്ട് ഒരു നീണ്ട ക്യൂ തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ ലാസ്റ്റ് കഷ്ടപ്പെട്ട് ഞങ്ങളും ബില്ലാക്കി. ഒരുപാട് നേരത്തെ കഷ്ടപ്പാട് ശേഷം ഫുഡൊക്കെ കിട്ടി. അതും എനിക്കാണെങ്കിൽ നല്ലോണം മടിയാവട്ടോ, കാരണം 4 സൈഡിലും ക്യൂ ആണ്. ആ ക്യൂവിൻ്റെ നടുവിൽ ഇരുന്നിട്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. എങ്ങനെയുണ്ട് നീ ഫുഡ് ഗൈസ്? വലിയ കുഴപ്പമില്ല. അത്ര പോരാ. നമ്മൾ ഷവായ്ക്ക് ഓഫർ ഉണ്ടായിരുന്നു, അപ്പോൾ അതാ വാങ്ങി. അതൊരു ഓക്കെ ടേസ്റ്റാണ്, കുഴപ്പമില്ല. സ്ട്രിപ്സ് അടിപൊളിയാണ്, സ്ട്രിപ്സ് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഫ്രൈഡ് റൈസ് വലിയ രസമല്ല ഗൈസ്. പിന്നെ അധികം കാണാത്തൊരു കാഴ്ചയാണ് കേട്ടോ. ഇമ്മ വന്ന് വീഡിയോയിലൊക്കെ ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിരിച്ച് നല്ല അടിപൊളിയായിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ നെസ്റ്റോ ലുലു മാൾ. അവിടെയൊക്കെ പോയാൽ ഇങ്ങനത്തെ ഈ സൈഡിലേക്ക് വരുന്നത് ഇത് കാണാനും നല്ല ഭംഗിയാണ്. ഒന്നും വാങ്ങുന്നില്ല, എന്നാലും കാണാൻ നല്ല വെറൈറ്റി ആയി തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഫിഷിന്റെ മേലെ പൈനാപ്പിളൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ നിന്നാട്ടോ ഫസ്റ്റ് ടൈം ആയിട്ട് കണ്ടിട്ട്. പിന്നെ നീ ഞങ്ങളോടൊക്കെ തെറ്റി നടക്കാൻ കേട്ടോ. അവൾക്ക് ലിപ്സ്റ്റിക്ക് കിട്ടിയില്ല പറഞ്ഞിട്ട് ഫുഡ് കഴിക്കലപ്പോൾ പിന്നെ ലിപ്സ്റ്റിക്ക് എന്തായാലും പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് ഇടണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിരക്കൂടി നടക്കുകയാണെങ്കിൽ അവളോട് ചൂടാവും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മേമാൻ്റെ കടയിൽ മാമി അവിടുന്ന് ഫ്രീ ആയിട്ട് 2-3 സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണ് പോണത് നമ്മൾ. പിന്നെ പെരിന്തൽമണ്ണ വന്നാൽ മാമിൻ്റെ കടയിൽ പോയിട്ടില്ലെങ്കിൽ എന്തോ പോലാണ്. അത് എല്ലാ പ്രാവശ്യവും കയറണത് തന്നെയാണ് കേട്ടോ. പിന്നെ സെന്ററിലായതുകൊണ്ട് പിന്നെ ഞങ്ങൾ നീയൻ്റെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നീയാണെങ്കിൽ എന്തോ വലിയ ടെൻഷൻ പോലെയാണ് സംഭവം. അതൊന്നുമല്ല, ഓൾക്ക് ലിപ്സ്റ്റിക് കിട്ടിയില്ല എന്നുള്ളൊരു ടെൻഷൻ. കാണിക്കാൻ പോകുമ്പോൾ ലിപ്സ്റ്റിക്കും കിട്ടിയില്ല എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് കേട്ടോ എൻ്റെ നീയ. പിന്നെ ലിപ്സ്റ്റിക്കൊക്കെ കൊടുത്തപ്പോൾ ആള് ഭയങ്കര ഹാപ്പി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെത്തി. ഇപ്പം ഞങ്ങൾ പെരിന്തൽമണ്ണ പോയി വന്നു. ഇനി എന്താ പരിപാടി വെച്ചാൽ നീ പറഞ്ഞു കൊടുക്കും. ഇനി എനിക്കൊരു പ്രൊമോഷൻ്റെ വീഡിയോ എടുക്കാണ്ട് കൊറിയർ ഓഫീസിൽ പോയി വാങ്ങണം. അതിന് ശേഷം നമ്മളത് പോയി വീഡിയോ എടുക്കുന്നതായിരിക്കും. അങ്ങനെ ഗൈസ്, ഞങ്ങൾ തിരിച്ച് ആ കൊറിയർ ഓഫീസിലേക്ക് പോവാണ്. ഇക്കാണെങ്കിൽ ചൂടെടുത്തോണ്ട് ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.